ഫ്രണ്ട്സ്, നമ്മുടെ EV ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ദൂരെ യാത്രകൾ പോകുമ്പോൾ ചാർജിങ് സ്റ്റേഷൻ ഇല്ലാതെ വരിക, അല്ലെങ്കിൽ ചാർജ് തീർന്നു പോയി നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റാതെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടെ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ എവിടെ നിന്നായാലും നമുക്ക് ഇതുപോലെ ഒരു എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ EV ചാർജ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു റിസോർട്ടിൽ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു 16 ആംപിയർ പോയിന്റ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴി ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സ്റ്റൻഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വണ്ടിയിൽ കൊണ്ടുനടക്കാനായിട്ട് ഇതുവരെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം വാങ്ങിച്ചതൊരു വയറാണ്. അപ്പോൾ 2.5 mm 3 കോർ വയറാണ് നമുക്ക് ആവശ്യം. അതായത് എർത്തും കൂടി വന്നുകൊണ്ട് നമുക്ക് 3 കോർ വയർ വേണം നമുക്ക്. അപ്പോൾ ഈ ഗ്രേഡുള്ള വയർ തന്നെ വാങ്ങാൻ ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡിൻ്റെ പ്രശ്നം വരും. കാരണം അത്യാവശ്യം നല്ല ലോഡ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഗ്രേഡ് വാങ്ങാൻ നോക്കുക. പിന്നെ ഞാൻ ഇതുപോലെ ഒരു 16 ആംപിയറിൻ്റെ ഒരു 3 പിൻ പ്ലഗ് വാങ്ങിയിട്ടുണ്ട്. 3 പിൻ പ്ലഗിന് ഏകദേശം ഒരു 30 രൂപ 40 രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടും. പിന്നെ ഈ വയറെന്ന് പറയുകയാണെങ്കിൽ 22 മീറ്ററാണ് നമ്മുടെ വയറിൻ്റെ ലെങ്ത് വരുന്നത്. ഇപ്പോൾ 22 മീറ്റർ വയറിന് എനിക്ക് 3100 രൂപയാണ് ആയത്. പിന്നെ അതുപോലെ തന്നെ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട് 16 ആംപിയറിൻ്റെ. അതിൽ നമുക്കൊരു ഫ്യൂസ് വരുന്നുണ്ട്, ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇതിന് ഏകദേശം 350 രൂപയുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഏകദേശം ഒരു 3500 രൂപക്കാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ 22 മീറ്റർ ലെങ്ത് വാങ്ങിയ കാരണം അത്യാവശ്യം ലെങ്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വണ്ടി കയറാത്ത സ്ഥലത്ത് പോലെ നമുക്ക് ദൂരെ നിന്ന് തന്നെ നമുക്ക് 16 ആംപിയറിൻ്റെ പോയിന്റിൽ നിന്ന് നമുക്ക് വലിച്ച് ലൈൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം 3 പിന്ന് പ്ലഗ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് 3 വയർ ഞാൻ അറ്റം കട്ട് ചെയ്തിട്ടുണ്ട്. ഈ റെഡ് കാണുന്നതാണ് ലൈന്, കറുപ്പ് കാണുന്നതാണ് അതിൻ്റെ ന്യൂട്രൽ, അതുപോലെ തന്നെ നടുക്ക് യെല്ലോ കാണുന്നതാണ് എർത്ത് വയർ. അപ്പോൾ ചില സെറ്റിൻ്റെ അകത്ത് ഈ വയർ യെല്ലോ വയർ, എർത്ത് വയർ ചിലപ്പോൾ പച്ച കളറായിരിക്കും, ചിലപ്പോൾ നീല കളറായിരിക്കും. ഇപ്പോൾ ഇതിലത്ത് മഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രൂ ചെയ്യുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. കറക്റ്റ് ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പ്ലഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു 25 മീറ്ററോളം ലെങ്ത് നമുക്ക് ഇപ്പോൾ കിട്ടും. കാരണം 22 മീറ്ററോളം തന്നെ വയർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചാർജറിൽ ഓൾറെഡി ഒരു 3 മുതൽ 4 മീറ്റർ വരെ ചാർജറിന് ലെങ്ത് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 25 മീറ്റർ നമുക്ക് മൊത്തം എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ പ്ലഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഇതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ പ്ലഗ് വയറിങ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ലൈൻ കൊടുക്കുന്നത്, കണക്ഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പൗസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇതുപോലെ തന്നെ ഈ കാണുന്നത് പോലെ തന്നെ ലൈൻ കൊടുത്താൽ മതിയാവും. ഈ റെഡ് ലൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്, എല്ല് കൊടുത്തിരിക്കുന്നത് ലൈനാണ്. ഇതെല്ലാം എല്ലാത്തിലും ഇതിൻ്റെ ഇൻഡിക്കേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ലൈനിൽ നിന്ന് ഒരു വയർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തന്നെ സ്വിച്ചിൻ്റെ അടിയിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ വയർ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡ് താങ്ങാൻ വേണ്ടിയാണ്. നമ്മൾ കുറഞ്ഞ വയറിട്ടാൽ ലോഡ് താങ്ങാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ പിന്നെ ഈ കാണുന്നത് എർത്ത് വയറാണ്, യെല്ലോ കൊടുത്തിരിക്കുന്നത് എർത്ത് വയറാണ്. ഇതാണ് എർത്തിൻ്റെ ഇൻഡിക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രൽ കണ്ടോ, എല്ലാ ഇൻഡിക്കേഷനും ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂട്രൽ നമ്മൾ ബ്ലാക്ക് കൊടുക്കുക. ഈ കാണുന്ന റെഡ് വയറിൻ്റെ ലൈൻ ആദ്യം നേരെ പോകേണ്ടത് ഫ്യൂസിലേക്കാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കട്ട് ഓഫ് ആവാൻ വേണ്ടിയാണ്. കാരണം ലോഡ് എടുക്കുക എന്തെങ്കിലും ഷോർട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കട്ട് ഓഫ് ആവാൻ വേണ്ടിയാണ്. പിന്നെ ഇൻഡിക്കേറ്ററിൽ നിന്ന് 2 വെള്ള വര ഈ ന്യൂട്രലിലേക്കും ലൈനിലേക്കും കൊടുക്കണം. ഈ കാണുന്ന വെള്ള വയറുണ്ടല്ലോ, അത് 2 പോയിന്റിലേക്കും കൊടുക്കണം. അത് ഓൺ ഓഫ് ആകാൻ നേരത്ത് നമുക്ക് ലൈറ്റ് കത്തി അറിയാൻ വേണ്ടിയാണ്, ഓണാണോ ഓഫാണോ എന്നുള്ള ഇതറിയാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ഞാൻ കണക്ഷൻ എടുത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു കൈ ഉപയോഗിച്ചാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മൊത്തം കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ ഇത് കറക്റ്റ് ഇതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ലൈൻ കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ വയർ ഏകദേശം റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ബോക്സ് വരുന്നത്. നമ്മൾ പ്ലഗ് സെറ്റ് ചെയ്തു, പിന്ന് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വണ്ടിയുടെ ഡിക്കിയിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. ഈ വയർ വെക്കാൻ പറ്റുന്ന സ്ഥലം ഡിക്കിയിലുണ്ട്. അപ്പോൾ നമ്മൾ തുറന്നു കഴിയുമ്പോഴത്തേക്കും കണ്ട ഇവിടെ സേഫായിട്ട് ഇരുന്നോളൂ. നമ്മളെവിടെ പോയാലും ഇത് നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളും, വേറെ നമുക്ക് പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ എന്തെങ്കിലും റിമോട്ട് ഏരിയയിൽ പോയി നമുക്കിപ്പോൾ ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഇതുപോലൊരു 16 ആംപിയർ പ്ലഗ് ഇതുണ്ടോ, ഈ കാണുന്ന ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ AC ഒക്കെ കൊടുക്കുന്ന കണക്ഷൻ. നമ്മൾ റിസോർട്ടിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ AC ഒക്കെ ഉണ്ടാവില്ല, അതിൻ്റെ അകത്തുനിന്ന് കണക്ഷൻ കൊടുത്താൽ മതിയാവും. ഇനി നിങ്ങൾക്ക് 16 ആംപിയറിൻ്റെ പോയിന്റ് കിട്ടിയില്ല, നമുക്ക് സാധാരണ പ്ലഗിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കണക്ടർ വാങ്ങിച്ച് വെച്ചാലും മതിയാവും. ഇത് ഏകദേശം ഒരു 30 രൂപ 40 രൂപ റേഞ്ചിൽ നമുക്ക് ഇതുപോലെ കണക്ടർ കിട്ടും. നമുക്ക് സാധാരണ പ്ലഗ് നമ്മുടെ വീട്ടിലേക്ക് കാണുന്ന പ്ലഗിൽ, അതായത് 16 ആംപിയറിൻ്റെ പോയിന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതെടുത്ത് 16 ആംപിയറിൻ്റെ പ്ലഗ് ഇതിൽ കണക്ട് ചെയ്താൽ മതിയാവും. നമുക്ക് അങ്ങനെയും ചാർജ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനുകളിൽ രാത്രി മുഴുവൻ കുത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഫുൾ ചാർജായി നമുക്ക് കിട്ടും.
ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് കോഴിക്കോടൊക്കെ പോയതാണ്. അവിടെ ഒരു റിസോർട്ടിൽ അവർ നമുക്ക് കുത്തിയിടാൻ സമ്മതിച്ചു. കാരണം ചാർജ് അവിടെ എത്തിയപ്പോഴത്തേക്കും കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ പാർക്കിംഗ് ഉണ്ടായിരുന്നപ്പോഴത്തേക്കും നമ്മൾ പാർക്കിങ്ങിൽ കാറിട്ട് അങ്ങോട്ട് തൊട്ട് സൈഡിൽ തന്നെ അവരുടെ എന്തോ 16 ആംപിയറിൻ്റെ പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് വലിച്ചിട്ട് നമ്മൾ ഇതുപോലെ കണ്ട ഇത് ഇവിടെ നിന്ന് നേരെ ലൈൻ എടുത്തിട്ട് നേരെ ഈ സൈഡിൽ കൂടി കൊണ്ടുവന്ന് അവിടെ കുത്തിയിട്ടു. കാരണം ഇത്രയും കുത്തിയിട്ട് തന്നെ ബാലൻസ് വയർ പിന്നെയും ബാക്കിയായിരുന്നു. ഏകദേശം ഒരു 5 മീറ്ററോളം ലെങ്ത് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ മൊത്തത്തിൽ നമ്മളൊരു 25 മീറ്റർ ഉണ്ടല്ലോ നമുക്ക് വയർ. അപ്പോൾ എത്ര ലോങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മൂന്നാറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നമുക്ക് ഓഫ് റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി ആ റോഡിൻ്റെ സൈഡിൽ ഇട്ടിട്ട് നമുക്ക് എവിടെ നിന്നുണ്ടെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൽ നിന്ന് വലിച്ച് കുത്താവുന്നുള്ള റിസോർട്ടുകാരെ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം രാത്രി കുത്തിയിടുമ്പോൾ തന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ചാർജ് ഫുള്ളായി കിട്ടും നമുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ EV റിലേറ്റഡ് വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രണ്ട്സിലേക്ക് EV ഒക്കെ ഉള്ള ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.